ഹായ് ഓൾ, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മാഗിനോട് കല്യാണി പറയാണ്, നമുക്ക് ആളൊഴിഞ്ഞൊരു കോർണറിൽ പോയിട്ട് ഇരിക്കാം, സാരി കൊണ്ട് ഒന്ന് തലയും മുഖമൊക്കെ മറച്ചേക്ക്, ഞാനും സാരി തലപ്പ് കൊണ്ട് മറക്കാം, വാ. പെട്ടെന്നായിരുന്നു നിഷയുടെ അമ്മയുടെ ശബ്ദം. നിക്കടി അവിടെ. രണ്ടുപേരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കാണ്. അപ്പോൾ അച്ഛൻ പുറകെ വന്നിട്ട് പറയാണ്, വിലാസിനി വേണ്ട. അപ്പോൾ അമ്മ, എന്താ വേണ്ടാത്തത്? അപ്പം മേഘനയും പറയാണ്, അയ്യോ അമ്മ, കുട്ടിക്കാലം മുതലൊക്കെ നിന്നെ ഞാൻ കാണുന്നതാ, അപ്പം നീ മുഖം മറിച്ച് പോയാൽ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? കല്യാണിയോട് ചോദിക്കുകയാണ്, എന്താ കൊച്ചേ നിൻ്റെ ഉദ്ദേശം? നീയാണോ ഇവിടെ തള്ളിക്കൊണ്ടിങ്ങോട്ട് വന്നത്? മേഘനയ്ക്ക് അനിയത്തിയുടെ താലി കെട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. താലി കെട്ടുന്ന സമയത്ത് താലി പെട്ടെന്ന് അറക്കണേ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കും അല്ലേ? ഇനി അച്ഛൻ പറയണം, നീ ഒന്നും മിണ്ടാതിരിക്കും വിലാസിനി. അപ്പോൾ വിലാസിനി, എന്തിനാ മിണ്ടാതിരിക്കുന്നേ? എന്നോട് പറഞ്ഞതല്ലേ ദുശകുനായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന്. ഇവൾ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കുമ്പോൾ ഒരിക്കലും മനസ്സുകൊണ്ട് പോലും അനുഗ്രഹിക്കില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ദാമ്പത്യം തകരണമെന്നേ ഇവൾ പ്രാർത്ഥിക്കൂ. അപ്പോൾ കല്യാണി, സ്വന്തം മനസ്സാ അമ്മ ഇപ്പോൾ പറഞ്ഞത്. ഇവൾ ഒരിക്കലും അങ്ങനെയുള്ള കൂട്ടത്തിലല്ല. ആയിക്കോട്ടെ, എന്തായാലും ശരി, ഇവളൊരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, പോയേ തീരൂ. ഏതായാലും അവർ വന്നതല്ലേ വിലാസിനി, ഇനി കല്യാണം കണ്ടിട്ട് പോയിക്കോട്ടെ. പറ്റില്ല. ഇവളുടെ നിഴൽ പോലും ഈ പരിസരത്ത് കാണാൻ പാടില്ല. പൊടി, നീ നിൻ്റെ കെട്ടിയോൻ്റെ പിന്നാലെ പൊടി പൊടി. കല്യാണി, കല്യാണം കാണരുത് എന്ന് പറഞ്ഞു. അത് പറയാനുള്ളത് നിങ്ങളുടെ അവകാശം. പക്ഷേ ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ നിൽക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല. കൊച്ചെ, കിട്ടുന്നതിൻ്റെ പാതി നിനക്ക് തരാമെന്ന് ഇവൾ പറഞ്ഞിട്ടുണ്ടോ? കല്യാണി, മനസ്സിലായില്ല. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, എന്താ മനസ്സിലാവാത്തത്? ഇവളെ സ്വത്തിനും പണത്തിനും വേണ്ടിയാണ് ഇങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നത്. ഇത്രയും പ്രതികൂല സാഹചര്യത്തിലും അനിയത്തിയുടെ കല്യാണത്തിന് പങ്കെടുത്തെന്ന് പറയുമ്പോൾ ഇങ്ങേർക്ക് എന്തെങ്കിലും സഹതാപം ഉണ്ടാവും. അപ്പോഴെന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടും. അതിൻ്റെ പകുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ വാങ്ങിക്കാനാണെങ്കിൽ നക്കാപ്പിച്ചയല്ല, നേർ പകുതി ഇവൾക്ക് കൊടുക്കേണ്ടി വരും. കല്യാണി പറയാം, അച്ഛൻ്റെ അമ്മയുടെ സ്വത്തുക്കളിൽ തുല്യ അവകാശമുണ്ട് മക്കൾക്ക്. അതുകൊണ്ട് ഏത് കോടതിയിൽ പോയാലും ഇവൾക്കായിരിക്കും നീതി കിട്ടുക. അതിന് ഇതുപോലെ വരേണ്ടി വരില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പറയണ്ട. മാന്യമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മകൾക്ക് കൊടുക്കേണ്ടതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. മറിച്ച് ഇവളെ വേദനിപ്പിച്ച് വിട്ടാലുണ്ടല്ലോ, പിന്നെ കോടതിയായിരിക്കും വിധി പറയുക. പിന്നെ അവിടെ സംസാരമൊന്നും ഉണ്ടാവില്ല. കോടതി വിധിക്കുന്നത് എന്താണോ അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് വാശി പിടിപ്പിക്കണ്ട, ആട്ടിയിറക്കാനും നോക്കണ്ട. ഇനി അവളുടെ അമ്മ മേഘനയോടായിട്ട് പറയാണ്, എന്തിനാടി നീ ഇങ്ങനെ ഞങ്ങളെയൊക്കെ തീറ്റിക്കുന്നത്? നിൻ്റെ അനുജത്തിക്ക് പോലും നീ വരരുതേ എന്ന പ്രാർത്ഥന. അവൾ നിന്നെ ഒരു അപശകുനായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ളപ്പോൾ വന്നതുപോലെ നിനക്ക് പോയിക്കൂടെടി? അമ്മ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നിട്ട് പറയാണ്, മോള് പോയിക്കോ മോളെ, കല്യാണ പെണ്ണിന് പോലും മോളിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ കല്യാണി പറയാണ്, ജനിച്ചപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞ ഒരു അച്ഛൻ്റെ മകളാണ് ഞാൻ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ എന്നെ ഒന്ന് സ്നേഹിക്കണേ എന്ന്. ഒരിക്കലും അതുണ്ടായിട്ടില്ല ഈ നിമിഷം വരെ. ഇപ്പം അയാളോട് എനിക്ക് തീരാത്ത വെറുപ്പാ. എന്നാൽ ഒരാളൊപ്പം ഇറങ്ങിപ്പോയ മേഘനയെ അച്ഛൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടല്ലോ. ആ സ്നേഹം തന്നെയാണ് ഇവളെ ഇങ്ങോട്ടേക്ക് വരാൻ പ്രേരിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇവൾക്ക് നിങ്ങളുടെ സ്വത്തും പണവും ഒന്നും വേണ്ട. ഇടയ്ക്ക് ഇത്തിരി സ്നേഹം മാത്രം കൊടുത്താൽ മതി. അച്ഛാ, ഇവൾക്ക് ജീവിക്കാനുള്ളതെല്ലാം ഇപ്പോൾ ഉണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. ഇവൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാൻ ഇവൾക്ക് ചുറ്റും ആൾക്കാരുണ്ട്. അത് സ്വന്തം കുടുംബക്കാരോ ഭർത്താവിൻ്റെ കുടുംബക്കാരോ ഒന്നുമല്ല, അന്യരായ ഞങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു ബന്ധവുമില്ലാതെ ഞങ്ങൾക്ക് ഇവളെ സ്നേഹിക്കാമെങ്കിൽ സ്വന്തം അച്ഛന് ഇവിടെ ഒന്ന് വിളിച്ചൂടെ, ഒരിത്തിരി സ്നേഹം കൊടുത്തൂടെ? സ്നേഹമൊക്കെ ഉണ്ട് മോളെ, മാന്യമായിട്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിന്നതാ. അതൊരൊറ്റ നിമിഷം കൊണ്ടല്ലേ ഇവൾ തകർത്തത്. പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, ഇനി എന്താ വേണ്ടത്? നിൽക്കണോ പോകണോ? അപ്പോൾ മേഘന പറയാണ്, എനിക്ക് താലി കെട്ട് ഒന്ന് കാണണമെന്നുണ്ട്. ശരി, എങ്കിൽ നമ്മൾ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അതിനി ആരെന്ത് പറഞ്ഞാലും ശരി, വാ. പിന്നെ കല്യാണി മേഘനയുടെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറുകയാണ്. കാണിക്കുന്നത് രാഹുൽ ഒരിടത്തിരിക്കുന്നതാണ്. അവിടെ വന്നിട്ട് നിഷയുടെ അച്ഛൻ പറയാണ്, ഡോ എൻ്റെ രാഹുലേ, ഒന്നും പറയണ്ട, ഞാൻ പെട്ടുപോയി. ഞാൻ പറഞ്ഞുപോയി അമ്മയോടും മോളോടും എൻ്റെ മൂത്ത മോൾ വന്നെന്ന്. അതോടെ കലി തുള്ളി വന്ന വിലാസിനി വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
എന്നിട്ട് അവർ പോയോന്നറിയത്തില്ല. അവക്കങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ലടോ. അനിയത്തിക്ക് ചേച്ചിയോട് വലിയ കടപ്പാടൊന്നും ഇല്ലെങ്കിലും അവൾക്ക് അങ്ങനെയല്ല. നിഷയെ വലിയ ഇഷ്ടമാണ് മേഘനയ്ക്ക്. സത്യം പറയാലോ, വിലാസിനിയുടെയും നിഷയുടെയും ശല്യം സഹിക്കാൻ വയ്യാതെയാ ഒരുത്തനപ്പം അവൾ ഇറങ്ങിപ്പോയത്. അത്രയ്ക്ക് സ്വസ്ഥതയില്ലായിരുന്നു അവൾക്ക് ഈ വീട്ടിൽ. പിന്നെ എന്നോടെങ്കിലും അവൾക്ക് പോകുന്നതിന് മുമ്പേ ഒരു സൂചന തരാമായിരുന്നു. രാഹുൽ ചോദിക്കാണ്, കൂട്ടിക്കൊണ്ടുപോയത് നല്ല പയ്യനല്ലായിരുന്നോ? പയ്യൻ നല്ല പയ്യൻ തന്നെയാ, പക്ഷേ സാമ്പത്തികമായി ഒന്നുമില്ലാത്തവനാ. പയ്യൻ്റെ വരുമാനം കൊണ്ടാണ് ആ വീട് കഴിഞ്ഞിരുന്നത്. എന്നാലും പയ്യൻ നന്നായിരുന്നെങ്കിൽ നമ്മൾക്ക് സഹായിച്ചാൽ മതിയായിരുന്നടോ. ഇന്നത്തെ കാലത്ത് നല്ലൊരു മരുമോനെ കിട്ടുന്നതാ നമ്മളുടെയൊക്കെ ഭാഗ്യം. അല്ല, തൻ്റെ മരുമകനെക്കുറിച്ച് താനൊന്നും പറഞ്ഞില്ലല്ലോ. അന്ന് വന്നപ്പോൾ പയ്യനെ കാണാനും പറ്റിയില്ല. അയാൾ US-ലല്ലേ? ആ അതെ. അപ്പോൾ റോഹനെ പരിചയമുണ്ടായിരിക്കും അല്ലേ? പിന്നെ അവർ തമ്മിൽ നല്ല പരിചയക്കാരാ. അവർ അടുത്തടുത്ത വില്ലകളിലാണ് താമസിക്കുന്നത്. അപ്പം നിഷയുടെ അച്ഛൻ, ഓ അത് ശരി, അപ്പം നമ്മളെ മരുമക്കളും നമ്മളെ പോലെ തന്നെ നല്ല അടുപ്പക്കാരായിരിക്കും. അതെ അതെ അതെ, അവരും സ്മാർട്ട് പയ്യന്മാരാ. MMW കഴിഞ്ഞിട്ടാ അവൻ പോയത്. അതെ, MBA പോലുള്ള വലിയൊരു ഡിഗ്രി ആയിരിക്കും അല്ലേ? ആ ആ ആ അതെ അതെ. ആ മുഹൂർത്തം അടുക്കാറായി. വാഷ്റൂമിൽ പോയ റോഹനെ കാണാനില്ലല്ലോ. ഒന്ന് ഫ്രഷായിട്ടൊക്കെ വരട്ടടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ലേ, അപ്പോൾ അതിൻ്റെ ടെൻഷനൊക്കെ മാറ്റി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വരട്ടെ. ആ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഇതുപോലൊരു സമയത്ത് ഞാനും ഒരുപാട് സന്തോഷിച്ചതാ. പെട്ടെന്നായിരുന്നു എല്ലാം ഒരവസ്ഥയിലായത്. ഇപ്പം എല്ലാവരും കൂടി എന്നെ ഭ്രാന്തനാക്കി. ഇനി ഭ്രാന്തനാകാൻ പോകുന്നത് അയാളാ. പിന്നെ കതിർമണ്ഡപത്തിൽ വാദ്യവും മേളവും ഒക്കെ തുടങ്ങി. പൂജാരി ചോദിക്കുകയാണ്, പയ്യൻ എവിടെയാ? മുഹൂർത്തത്തിൻ്റെ സമയമായി, പയ്യനെ വിളിക്കൂ. കല്യാണി എവിടെയെന്ന് നിഷയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ രാഹുൽ മനസ്സിൽ കാണുകയാണ്. കല്യാണി വന്നിന്നറിഞ്ഞപ്പോൾ അവൻ എവിടെയെങ്കിലും മുങ്ങിയായിരിക്കും. രാഹുൽ ചിന്തിക്കുകയാണ്, ഇതിപ്പോൾ അവൻ എങ്ങനെ മാനേജ് ചെയ്യും എന്തോ ആവോ. അതിൻ്റെ ഇടയിൽ കല്യാണിയും മേഘനയും ഒളിച്ചു നിന്ന് റൂമിൻ്റെ സൈഡിൽ നിന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു. ശിവദാസ തൻ്റെ മോളും ആ കല്യാണിയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളുടെ അനിയത്തിയുടെ കല്യാണം കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അവിടെ എവിടെയെങ്കിലും നിന്നിട്ട് കണ്ടിട്ട് പോയിക്കോട്ടെ. ഇപ്പം അവരെ കണ്ടിട്ട് തൻ്റെ ഭാര്യയും മോളും ഒരു സീനുണ്ടാക്കിയാൽ ഇന്നത്തെ ദിവസം അത് മോശമല്ലേടോ. അവൾ താലികെട്ട് കാണാതെ പോകുന്നത് അതിനേക്കാൾ മോശമല്ലേ. എന്തും സംഭവിച്ചോട്ടെ. അപ്പോൾ രാഹുലും പറയാണ്, എന്നാലേ എന്തും സംഭവിക്കും. അതെന്തിനാ താൻ അങ്ങനെ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. ചോദിക്കുകയാണ് പിന്നെ പൂജാരി പറഞ്ഞതിന് ശേഷം, പയ്യനെവിടെ? അപ്പോഴാണ് പയ്യൻ വരുന്നത്. പ്രത്യേകതരം ഡ്രസ്സും അതിനനുസരിച്ച് മുല്ലമാലയൊക്കെ മുഖത്ത് മൊത്തമായിട്ട് മറിച്ചിട്ടൊക്കെയാണുള്ളത്. പിന്നെ സനൽ രാഹുലിനെ വിളിക്കുകയാണ്, ഹലോ, ഇത് ഞാനാ സനൽ. മനോഹര ആ പ്രത്യേക സ്റ്റൈലിൽ വന്നിരിക്കുന്നത്, മുഖമൊക്കെ മറിച്ചിട്ട്. ഇങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളണം, എനിക്കങ്ങോട്ട് വരാനൊക്കത്തില്ല, എന്നെയും കല്യാണിക്കറിയാം. അപ്പോൾ രാഹുൽ പറയാണ്, ആ ശരി ശരി. പിന്നെ രാഹുൽ പറയാണ് നിഷയുടെ അച്ഛനോട്, എടോ ഇത് തൻ്റെ മരുമോനാ, ഇതാണ് അവരുടെ നാട്ടിലെ ആചാരം. വാ മോനെ പിടിച്ചിരുത്തടോ. ഞാൻ നിഷയുടെ അച്ഛൻ പറയാണ്, ഇതൊക്കെ നേരത്തെ പറയണ്ടേ മോനെ. രാഹുൽ പിടിച്ചിരുത്തുകയാണ്. ഇവൻ്റെ അച്ഛൻ ജോലി ചെയ്തിരുന്നത് വടക്കൻ ഇന്ത്യയിലാണ്, അപ്പോൾ അതേ രീതിയിൽ കല്യാണം മതിയെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. രാഹുൽ പറയാണ്, അത് നീ പറഞ്ഞില്ലേടാ? പറയാൻ വിട്ടുപോയി. മേഘനയോട് കല്യാണി പറയാണ്, അതാണ് പയ്യൻ. മേഘന പറയുന്നു, അപ്പോൾ മുഖം എന്തിനിങ്ങനെ മറച്ചിരിക്കുന്നേ? അവരുടെ ശൈലി അതാണെന്നാണ് തോന്നുന്നത്. പിന്നെ രാഹുൽ പോയിട്ട് മെല്ലെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് മനോഹറിനോട്, ബാക്കിൽ കല്യാണിയും മേഘനയും ഉണ്ട്, അതുകൊണ്ട് മുഖം കാണിക്കണ്ട, നന്നായിട്ട് മറച്ചോ. ഓക്കെ, വെൽ ഡൺ. പൂജാരി പറയാണ്, ഇനി പെൺകുട്ടിയെ വിളിക്കൂ. പിന്നെ നിഷയുടെ അമ്മ സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടുവരികയാണ്. നിഷ വന്ന് രാഹുലിൻ്റെ അടുത്തിരുന്നു. മാലയൊക്കെ പൊന്തിച്ചിട്ട് നിഷയെ ഒന്ന് നോക്കി മനു. എന്നാൽ പിന്നെ സമയമായി, താലി കെട്ടാം. പിന്നെ രാഹുലിനോട് മനു പറയാണ്, അങ്കിള് തന്നെ താലി എടുത്തതാ. അങ്ങനെ റോഹൻ്റെ താലി കെട്ട് കഴിഞ്ഞു. പിന്നെ മാലയിടൽ പരിപാടിയും രണ്ടുപേരും അപ്പുറം ഇപ്പുറം മാറിയിടുകയാണ്. പിന്നെ റോഹൻ പുടവ കൊടുത്തു, അത് നിഷ വാങ്ങുകയും ചെയ്തു സന്തോഷത്തോടെ. അപ്പോഴാണ് നിഷയുടെ അമ്മ ശ്രദ്ധിച്ചത് അവർ രണ്ടുപേരെയും. അപ്പോൾ കല്യാണി പറയാണ്, താലികെട്ടൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പോയിക്കൂടെ? പോകാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോയി. രാഹുൽ നിഷയുടെ അച്ഛനോട് പറയാണ്, അതെ ഒരു നിമിഷം, ഞാനിപ്പോൾ വരാം. അപ്പോൾ നിഷയുടെ അച്ഛൻ പറയുന്നു, താൻ പോയാൽ എങ്ങനെയാ? അതെ എടോ, ഞാനിതേ വരുന്നു. റോഹൻ നിഷയ്ക്ക് സിന്ദൂരവും തൊട്ട് കൊടുത്തു. എന്നാലും നിൻ്റെ ആഗ്രഹം നടന്നല്ലോ, കല്യാണമൊക്കെ കണ്ടല്ലോ, താലികെട്ടൊക്കെ. പക്ഷേ പയ്യൻ്റെ മുഖം കാണാൻ പറ്റിയില്ലല്ലോ. അതെന്തിനാ കാണുന്നത്? അയാൾ അനിയത്തിക്ക് താലി കെട്ടുന്നത് മാത്രം കണ്ടാൽ പോരായിരുന്നോ? അനിയത്തിയുടെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞതാ പയ്യൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു തരാൻ.
എല്ലാവരെയും പറഞ്ഞ് വിലക്കിയിരിക്കല്ലേ, പിന്നെ എങ്ങനെയാ അയച്ചു തരുന്നേ? പുള്ളി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. കല്യാണി മേഘനയോട് പറയാ. "നീ അവിടുത്തുകാരനാണോ?" അല്ല, അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞത് മലയാളിയാണെന്നാ. അമേരിക്കയിലോ മറ്റോ ആണെന്നാ പറഞ്ഞത്. അവളെയും കൊണ്ട് ഉടൻ അങ്ങ് പോകും. അതാ നല്ലത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ എന്ത് നടന്നാലും അറിയണ്ടല്ലോ. എവിടെ ഇരുന്നാലും അവൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു. അതിന് ഇത്തിരി പ്രയാസാ മോളെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതമാണ് ഏറ്റവും വലിയ പാഠമെന്ന്. ആരെയെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കടമായിട്ട് തന്നെ കിടക്കും. അതിന് മുതലും പലിശയും ചേർത്ത് പിഴ അടക്കേണ്ടിയും വരും. നമുക്ക് പിന്നെ ഇതുപോലുള്ള തിരിച്ചടികൾ ഉണ്ടാവുന്നതും നല്ലതാ. നമ്മൾ ചെയ്യുന്ന തെറ്റിന് നമ്മൾ എത്രത്തോളം ശിക്ഷിക്കപ്പെടുന്നോ അതിന് ഇരട്ടി ആനുകൂല്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിത്തരും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് രാഹുൽ വന്ന് നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.